നീറ്റ് പരീക്ഷയിലെ അനധികൃത ഗ്രേസ് മാർക്കിനെതിരെ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധമാണ് ഉന്നയിക്കുന്നത്. ഗ്രേസ് മാർക്കിലൂടെ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയവർ ഉയർന്ന മാർക്ക് വാങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. അനധികൃത ഗ്രേസ് മാർക്കിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 2023 നീറ്റ് പരീക്ഷയിൽ 3 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് 716 മാർക്ക് ലഭിച്ചത്. ഇത്തവണ 72 പേർക്ക് 716 മാർക്ക് കിട്ടി. 706 മാർക്കുള്ള 88 വിദ്യാർത്ഥികളാണ് 2023 ഉണ്ടായിരുന്നത്. ഇത്തവണ 812ആയി 10 മടങ്ങ് വർദ്ധിച്ചു. 650 മാർക്കുള്ള 7228 കുട്ടികൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇത്തവണ 650 മാർക്ക് വാങ്ങിയവരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയുണ്ടായി. ഇതോടെ 650-ൽ താഴെ മാർക്ക് വാങ്ങിയവർ റാങ്ക് ലിസ്റ്റിൽ പിന്നിലായി. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്നുള്ള ഇപ്പോൾ നാഷണൽ ലെവൽ മെഡിക്കൽ കോളേജിൽ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ റാങ്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പേരുണ്ട് എന്നുള്ളതും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായെന്നുള്ളതും. 2023 നീറ്റിൽ എനിക്കും ഞങ്ങളെ പലർക്കും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഗ്രേസ് മാർക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനൊരു കാര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. പരീക്ഷ എഴുതാൻ നിശ്ചിത സമയം ലഭിക്കാതിരുന്ന സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയത്. നീറ്റ് പരീക്ഷയിൽ ഈ രീതിയിൽ മാർക്ക് നൽകാൻ വ്യവസ്ഥയില്ല. ആക്ച്വലി ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസി പറയുന്നത് 2018 ജഡ്ജ്മെന്റ് ബേസിസിലാണ് ഗ്രേസ് മാർക്ക് കൊടുത്തതെന്നാണ്. ഈ 2018 ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ക്ലാറ്റ് ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിസിൽ അന്ന് ടെക്നിക്കൽ ഇഷ്യൂ നടന്ന സമയത്ത് കോടതികൾ കാര്യമായ രീതിയിൽ കേൾക്കുകയും അതിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന ക്ലാറ്റിന് വേണ്ടിയിട്ടാണ് ആ പറയുന്ന മാർക്കിംഗ് ഈ പറയുന്ന ഗ്രേസ് മാർക്ക് കൊണ്ടുവന്നത്. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. പക്ഷേ നീറ്റ് അങ്ങനെയുള്ളൊരു എക്സാമിനേഷൻ അല്ല. ഗ്രേസ് മാർക്കിന്റെ മാനദണ്ഡം സംബന്ധിച്ച് NTA വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് വിവരങ്ങളില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.